എല്ലാ പേർക്കും കോപ്പറേറ്റീവ് വെഹിക്കിളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു PDF തയ്യാറാക്കുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ കെയർ ഓഫ് ഹെഡ് അസിസ്റ്റൻറ്റ് LD ക്ലർക്ക് അപ്പെക്സ് സൊസൈറ്റി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു PDF തയ്യാറാക്കുന്നുണ്ടെന്ന്. ഒരു ഗൂഗിൾ ഫോം നമ്മൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലർക്ക് കെയർ ഓഫ് ഹെഡ് അവസാന നിമിഷം എങ്ങനെ പഠിക്കണമെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത സാഹചര്യത്തിൽ വന്നൊരാശയമാണ് നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്കൊരു PDF തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് വളരെ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ ഒരു എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്താണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അതായത് PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏത് രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻ വരാൻ എന്നുള്ളൊരു നമ്മുടെ ഒരു മോഡൽ അനുസരിച്ച് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 1000ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് GK, ഇംഗ്ലീഷ്, ITയുടെ പ്രീവിയസ്, അതായത് 2024 തൊട്ട് പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ്, സിലബസ് അനുസരിച്ചിട്ടുള്ള ഇംഗ്ലീഷ്, അതുപോലെ തന്നെ IT, പിന്നെ GK വളരെ ലിമിറ്റഡ് ആണ്. GK നമ്മൾ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റിൽ ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സും ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒരു 50 ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനപ്പുറം ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഈ PDF മേടിക്കുന്നവർക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നതുമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആവശ്യമെന്ന് തോന്നുന്ന നോട്ട്സ് ആവട്ടെ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ നമ്മൾ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന PDFിൽ നിന്ന് വളരെ കുറച്ച് പോർഷൻസ് എടുത്ത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു ഫൈനൽ ലാബ് റിവിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ മോഡൽ ക്വസ്റ്റ്യൻസിനെ കണ്ടേക്കുന്നത്. അപ്പോൾ ഇനി ഒരു 10-15 ദിവസം, അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് പഠിച്ച ഭാഗങ്ങൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ PDFിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ PDF ചെയ്തേക്കുന്ന ഒരു ഫോർമാറ്റിലാണ് നമ്മളിപ്പോൾ ഈ ഫൈനൽ ലാബ് റിവിഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൻസർ നമ്മൾ ലാസ്റ്റാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു നോക്കാൻ പറ്റും. അതിനുശേഷം ആൻസർ ചെക്ക് ചെയ്യുക. ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു PSC ഫോർമാറ്റ്, കാരണം 2023 നടന്ന ഡെപ്യൂട്ടി മാനേജർ ആവട്ടെ നമ്മുടെ ഈ കെയർ ഓഫ് ഹെഡ് സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇത്തവണ തയ്യാറാക്കിയേക്കുന്നത്. ഇതിപ്പോൾ ഈ 1 only, 2 only, 1 and 3 എന്നുള്ളൊരു ഫോർമാറ്റിലാണ് ചെയ്തേക്കുന്നത്. അതേ ഫോർമാറ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്, താഴെ പറഞ്ഞിട്ടുള്ള ഫോളോയിങ്ങിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തത് അഗ്രികൾച്ചർ ഡെപ്റ്റ് റിലീഫ് ആക്ട് 1879, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ഇൻ 1884, അഗ്രികൾച്ചർ ലോൺ ആക്ട് 1883. അപ്പോൾ 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതിൽ 1 മാത്രമാണ് ശരി, 2 മാത്രമാണ് ശരി, 1, 3 ശരി, അല്ലെങ്കിൽ 1, 4 ശരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ A ആണ്. 1 മാത്രമാണ് ശരി. കാരണം ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് എന്ന് പറയുന്നത് 1883-ഉം അഗ്രികൾച്ചർ ലോൺ ആക്ട് 1884. ഇതൊരു കൺഫ്യൂഷൻ വരുന്നൊരു പോർഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നിട്ട് എക്സാമിന് ചോദിച്ചാൽ നമ്മുടെ എക്സാം ഹാളിലെ സാഹചര്യത്തിൽ നമുക്കിത് മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഓർത്തിരിക്കുക, അഗ്രികൾച്ചർ ലോൺ ആക്ട് 1884 രണ്ടാമതാണ് വരുന്നത്. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ആണ് 1883. ക്ലിയർ ആണല്ലോ. ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ട്രൂ എബൌട്ട് മെക്ലഗൻ കമ്മിറ്റി. മെക്ലഗൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് മെക്ലഗൻ കമ്മിറ്റിയിലെ റെക്കമെൻഡേഷൻസ്, കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള റെക്കമെൻഡേഷൻസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1 man 1 vote, മൾട്ടി ഏജൻസി അപ്രോച്ച്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്സ്, 3-tier സിസ്റ്റം ഓഫ് ക്രെഡിറ്റ്. ക്ലിയർ ആണല്ലോ. അപ്പം ഓപ്ഷൻസിൽ A 1 and 2 only, 1 and 4 only, 1, 3, 4 and all of the above. അപ്പോൾ നമുക്ക് നോക്കുമ്പം 1 man 1 vote എന്ന് പറയുന്നത് മാക്ലഗൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഓക്കെ. മൾട്ടി ഏജൻസി അപ്രോച്ച് മാക്ലഗൻ കമ്മിറ്റിയിൽ വരുന്നതാണോ മൾട്ടി ഏജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്? അല്ല. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അഥവാ വെങ്കിട്ട് പേ കമ്മിറ്റിക്കകത്ത് വരുന്നതാണ് ഏത് മൾട്ടി ഏജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ. അടുത്തത്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്. സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് മെക്ലഗൻ കമ്മിറ്റിക്കകത്ത് വരുന്നതാണോ? അല്ല. കാരണം സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് പറയുന്നത് ആരിൽ വരുന്നതാണ്? ടൗൺസെൻഡ് കമ്മിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ. സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതിൽ വരുന്നതാണ്? ടൗൺസെൻഡ് കമ്മിറ്റി വരുന്നതാണ്. അപ്പോൾ അതുമല്ല. 3-tier സിസ്റ്റം ഓഫ് ക്രെഡിറ്റ്. ഓക്കെ. 3-tier സിസ്റ്റം ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മെക്ലഗൻ കമ്മിറ്റി വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1 and 4 only ആണ് കേട്ടോ. 1 and 4 only.
അപ്പോൾ ആൻസർ ബി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം മൾട്ടി ഏജൻസി അപ്രോച്ച് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, വെങ്കിട്ട് പൈ കമ്മിറ്റി എന്ന് പറയും. വന്ന വർഷം 1966 ജൂലൈ തൊട്ട് 1969 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, 1966 ജൂലൈ തൊട്ട് 1969 എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു കാലയളവ് എന്ന് പറയുന്നത്. ഈ മൾട്ടി ഏജൻസി അപ്രോച്ച് മാത്രമാണോ? നമുക്കറിയാം സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് SFDA വരുന്നത് ഏതിലാണ്? ഈ പറഞ്ഞ പോലെ നമ്മുടെ മൾട്ടി ഏജൻസി അപ്രോച്ച്, SFDA, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, ഇതെല്ലാം വരുന്ന ഏതിലാണ്? മെക്ലഗൻ കമ്മിറ്റിയിലാണ് കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞു എസ്റ്റാബ്ലിഷ്മെന്റ് സെൻട്രൽ ലാൻഡ് മോർഗേജ് വാങ്ങുന്നത് ടൗൺസൺ കമ്മിറ്റിയാണ്. 1927-28 ആണ് കാലഘട്ടം എന്ന് പറയുന്നത്. 1927 അപ്പോയിന്റ് ചെയ്യുകയും 28 എന്ത് ചെയ്യുകയും ചെയ്തു, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ആർ റിലേറ്റഡ് ടു പാക്സ്? പാക്സുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മെമ്പർ റിലീഫ് ഫണ്ട്, ആക്റ്റീവ് പ്രൈസ് പോളിസി, ഡബിൾ ലോക്ക് സിസ്റ്റം, ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് മോഡലാക്കിയതാണ്. അപ്പം മെമ്പർ റിലീഫ് ഫണ്ടും ആക്റ്റീവ് പ്രൈസ് പോളിസി പാക്സിൽ വരുന്നതാണെന്ന് ചോദിച്ചാൽ അല്ല. ആക്റ്റീവ് പ്രൈസ് പോളിസി ഏതിൽ വരുന്നതാണ്? കൺസ്യൂമറിൽ വരുന്നതാണ് കേട്ടോ. പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസിൻ്റെ ടേംസ് റിലേറ്റ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ എല്ലാം പഠിക്കുക. പ്രൈമറി കൺസ്യൂമർ പഠിക്കുക, മാർക്കറ്റിംഗ് പഠിക്കുക, ഇങ്ങനെ പാക്സ് പഠിക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേമുകളൊക്കെ പഠിച്ചിരിക്കുക. തരംതിരിച്ച് തന്നെ പഠിക്കുക, എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത് കൺസ്യൂമറിൽ വരുന്നതാണ് അല്ലേ. ഓക്കെ, ആക്റ്റീവ് പ്രൈസ് പോളിസി കൺസ്യൂമറിൽ വരുന്നതാണ്. ഓൾറെഡി ഉള്ള വിലയേക്കാളും കുറഞ്ഞ റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി. ഡബിൾ ലോക്ക് സിസ്റ്റം, ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആൻസർ 1, 3 and 4 ആണ് ശരി. നമുക്കറിയാം ആൻസർ സി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ. അടുത്ത നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് ICA. ICA താഴെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ICA ഇത് ശരിയായിട്ടുള്ള ഏതെന്നാണ് ചോദിച്ചത്. റീജിയണൽ ഓഫീസ് ഓഫ് ICA ഇൻ ഇന്ത്യ അറ്റ് ന്യൂഡൽഹി. ICA റോപ്പ് എസ്റ്റാബ്ലിഷ്ഡ് 14/11/1960. പിന്നെ പറഞ്ഞ പോലെ ഇൻ ജനറൽ അസംബ്ലി മാക്സിമം റെപ്രസെൻറ്റേറ്റീവ് ഫ്രം എ കൺട്രി ഈസ് 20. നാലാമത്തത് ICA ഹെഡ്ക്വാർട്ടേഴ്സ് ഷിഫ്റ്റഡ് ഫ്രം ലണ്ടൻ ടു ജനീവ ഇൻ 2023. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 ആണ് ശരിയെന്ന് പറഞ്ഞത്. ആൻസർ ബി ആണ് കറക്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ ആൻസർ വന്നത് 1, 2, 3. റീജിയണൽ ഓഫീസ് ഓഫ് ICA ഇൻ ഇന്ത്യ അറ്റ് ന്യൂഡൽഹി. ICA റോപ്പ് എസ്റ്റാബ്ലിഷ്ഡ് 14/11/1960. ICA റോപ്പ് എവിടെ വരുന്നത്? ന്യൂഡൽഹിയിലാണ് അല്ലേ വരുന്നത്. ICA റോപ്പ് വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഏഷ്യ പസഫിക് എന്ന് പറയുന്നത് റീജിയൻ ഓഫ് ഏഷ്യ പസഫിക് ആണ് ഏത്? ICA റോപ്പ് എന്ന് പറയുന്നത്. ഇൻ ജനറൽ അസംബ്ലി മാക്സിമം റെപ്രസെൻറ്റേറ്റീവ് ഫ്രം എ കൺട്രി ഈസ് 20. അപ്പോൾ ഇത് ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് ശരി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ റിലേറ്റഡ് ടു NCDC ബന്ധപ്പെട്ടിട്ടുള്ള ചോദിച്ചത്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം NCDC പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു അഗ്രികൾച്ചർ കോർപ്പറേറ്റ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ. സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത് NCDC എന്നാണ് പറഞ്ഞേക്കുന്നത്. ICDP ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്കീം ഓഫ് NCDC. NCDCയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്കീമാണ് ഏതെന്ന് പറയുന്നത് ICDP എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ICDP ഇൻ്റഗ്രേറ്റഡ് കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റ് എന്താണ്? പ്രോജക്റ്റാണ് കേട്ടോ. അടുത്തത് NCDC എന്ന് പറയുന്നത് ഗീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ട് ടു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്. NCDC ആർ വെയറിംഗ് ഹൗസ് ബോർഡ് വാസ് സെറ്റപ്പ് ഇൻ 1956. അപ്പം ABCDയിൽ പറഞ്ഞിട്ടുള്ള ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്നതാണ് ശരിയായി വരുന്ന ഉത്തരം. ക്ലിയർ ആണല്ലോ. അടുത്തത് ആറാമത്തത് ദ രജിസ്ട്രാർ ആഫ്റ്റർ ആൻ എൻക്വയറി അണ്ടർ ഡാഷ് ഓർ ആൻ ഇൻസ്പെക്ഷൻ അണ്ടർ ഡാഷ് ഓർ ഓൺ റിസീപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ബൈ ഡാഷ് ഈസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ദ സൊസൈറ്റി ഔട്ട് ടു ബി വോണ്ട് ഔട്ട് ഡയറക്റ്റ് ടു ബി വോണ്ട് ഔട്ട്. ഓക്കെ, നമ്മൾ LD-കളൊക്കെ അപ്പെക്സ് സൊസൈറ്റിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചായിരിക്കും ഇതുപോലെ ഒരു എന്താ പറയുക സെൻറ്റൻസ് തന്നിട്ട് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അണ്ടർലൈൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അണ്ടർലൈൻ ചെയ്ത് ചോദിക്കാനുള്ള ചാൻസ്, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അണ്ടർലൈൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ PDF-നകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ആൻസർ ബി ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സെക്ഷൻ 65, 66 നോട്ട് ലെസ് ദാൻ 3/4 മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 2-3 ഓപ്ഷൻസ് 2-3 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെയും കൺഫ്യൂഷൻ ആക്കാനുള്ള ചാൻസ്. ഇവിടെയൊക്കെ നമ്മുടെ സമയമാണ് നഷ്ടപ്പെടുന്നത്. ആൻസർ നമുക്ക് അറിയാമായിരിക്കും, നമ്മുടെ സമയമാണ് നഷ്ടപ്പെടുന്നത്. പരീക്ഷയ്ക്ക് എല്ലാം പഠിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, ജോലി കിട്ടണമെന്നില്ല. നമ്മൾ ആ സമയം എങ്ങനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് എന്ത് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ,
ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പഠിച്ചിട്ട് മാർക്ക് കയറുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എത്ര പഠിച്ചെന്നുള്ളതല്ല, എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതിലാണ് എന്ത് കാര്യം. ഓക്കെ, അടുത്തത് 7ാമത്തത്, ഇഫ് ഈവൻ ഓൺ ദ എക്സ്പയറി ഓഫ് ഡാഷ് years and a date of deposit of such amount remain unpaid, it is have been transferred to common liquidation fund. അല്ലേ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു തുക ഇത്ര കാലം കഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എങ്ങോട്ട് മാറ്റും? കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലോട്ട് മാറ്റും. ഓക്കെ, അത് എത്ര വർഷം എന്നാണ് പറയുന്നത്? 3 വർഷം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിഡ്രോവൽ ആവട്ടെ, ട്രാൻസ്ഫർ ഷെയർ ആവട്ടെ, ഒരു സൊസൈറ്റിയിൽ നിന്ന് ട്രാൻസ്ഫർ ഷെയർ എല്ലാം എന്ത് പറയുന്നതാണ്? 3 വർഷമാണ് കേട്ടോ. അത് 3 വർഷം കാലാവധിയാണ്. സെക്ഷൻ 22, 23, 24 ആ ഒരു പോർഷൻസ് ഒക്കെ വായിച്ചിട്ട് വേണം പോകാൻ. കാലാവധി ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊക്കെ നമ്മുടെ ഈ സിലബസിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത 8ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ റിലേറ്റഡ് ടു ലൂർ ബ്രാൻഡ്. ലൂർ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. The Denmark supply butter product in the trade name called Lure brand. Lure brand introduced in the year 1901. Okay, today Lure brand is known as Lure pack. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ട് ഓൾ ഓഫ് ദീസ് തരുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? 3 ക്വസ്റ്റ്യൻ്റെ ഉത്തരം പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലൂർ ബാൻഡ് വന്ന വർഷം നിങ്ങളിപ്പോൾ പഠിച്ചു. അതുപോലെ തന്നെ ലൂർ ബാൻഡ് മീൻസ് ബട്ടർ പ്രോഡക്റ്റിൻ്റെ ട്രേഡ് നെയിമാണ് ലൂർ ബാൻഡ് എന്നുള്ളത്. ഇപ്പോൾ അത് അറിയപ്പെടുന്ന പേരെന്നാണ് ലൂർ പാക്ക്. ഇത് പലർക്ക് ലൂർ പാക്ക് എന്നൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്തവർ കാണുമായിരിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിത് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആൻസേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കണ്ടൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് ഓൾ ഓഫ് ദീസ് ഒക്കെ തരുന്നതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഈസി ആയിട്ട് ഫീൽ ചെയ്താലും നമുക്കൊരു 3-4 പോയിന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് ആ ക്വസ്റ്റ്യന് കിട്ടുന്നുണ്ട്. അടുത്തത് ഇൻഫോർമേഷൻ ടെക്നോളജി എന്നുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുക്കുക. ഇപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ ട്രൂ അബൌട്ട് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഓക്കെ, ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അസംബ്ലർ കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ ലാംഗ്വേജ്. കമ്പൈലർ കൺവേർട്ട് പ്രോഗ്രാം ഇൻറ്റു മെഷീൻ ലാംഗ്വേജ് ബൈ ലൈൻ. ഇന്റർപ്രിറ്റർ ഈസ് എ ലോ ലെവൽ ലാംഗ്വേജ്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1 മാത്രമാണ് ശരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോർഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ PDF വായിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് ഈ പോർഷൻസ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ എന്താണ് അതൊക്കെ ഉറപ്പായിട്ട് യൂസ് ആകും കേട്ടോ. നിങ്ങൾക്കത് ആ പോർഷൻസ് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുക, റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഞാൻ മെയിനായിട്ട് ചെയ്തേക്കുന്നത്. വായിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റുന്നുണ്ടെങ്കിൽ ആ പോർഷൻസ് എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. കാരണം ഇത് മൊഡ്യൂൾ വൈസ് ചെയ്തിരുന്ന കാര്യമുണ്ട്. ആ മൊഡ്യൂൾ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ ചോദിക്കും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ചാൻസ് കൂടുതലാണ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാണ്? ലൈറ്റ് പെൻ, ടച്ച് പാഡ്, പ്ലോട്ടർ, ജോയിസ്റ്റിക്. അപ്പോൾ ഇവിടെ നമ്മൾ 4 അറിഞ്ഞിരിക്കണം അല്ലേ? 4 അറിഞ്ഞാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ് പറയുന്നത്? പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 1, 2, 4 ആണ് എന്ത് ശരിയായിട്ട് ഉത്തരം വരുന്നത്. അടുത്ത IC ചിപ്പ് ഇൻ എ കമ്പ്യൂട്ടർ ആർ മെയ്ഡ് അപ്പ് ഓഫ്. IC ചിപ്പ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സിലിക്കോൺ. എന്ത് വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്? സിലിക്കോൺ ആണ്. ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ ഒരു സിനോണിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർപ്രെറ്റ് എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ബ്രേവ് ആണ് കേട്ടോ. ഇന്റർപ്രെറ്റ് എന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഞാൻ ഇംഗ്ലീഷ് എല്ലാം 100 ക്വസ്റ്റ്യന് പ്രീവിയസ് ആണ്. 2024 തൊട്ട് പുറകിലോട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും അനാവശ്യമായിട്ടുള്ള ഒരു ചോദ്യങ്ങളോ GK സെക്ഷനോ കറണ്ട് അഫയേഴ്സോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കുക, പോയി എക്സാം എഴുതുക, ആ രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്ട്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, തിരഞ്ഞ് പഠിക്കുക. ഓക്കെ, റെഫർ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ. അടുത്ത വൺ ഓഫ് us ഡാഷ് ബ്രോട്ട് ആൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാവ്, ഹാസ്, ആർ, ഓൾ ഓഫ് ദീസ്. ഇവിടുത്തെ ആൻസർ എന്താണ്? ഹാസ് ആണ്. കാരണം വൺ ഓഫ് us അല്ലേ, ഞങ്ങളിൽ ഒരാൾ, അതിലൊന്നും ഒരാളെ എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവിടെ ഹാവ് അല്ലെങ്കിൽ നമ്മുടെ ആറൊന്നും യൂസ് ചെയ്യേണ്ട. എന്താണ് ആൻസർ? ഹാസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, ആഡ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഷീ ബെയർലി സ്പോക്ക് ടു രമേഷ് ഡ്യൂറിങ് ദ ലഞ്ച് ടൈം, ഡാഷ്. ഓക്കെ, ഇവിടെ ബെയർലി എന്നുള്ള വാക്ക് വന്നിട്ടുള്ള നെഗറ്റീവാണ്. സോ നമ്മൾ എന്താക്കുക, പോസിറ്റീവ് ആക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. പക്ഷേ ബെയർലി, റെയർലി, സെൽഡം എന്നൊക്കെയുള്ള ടേംസ് ഉണ്ടെങ്കിൽ എന്താക്കുക, പോസിറ്റീവിലോട്ട് മാറ്റുക. ഓക്കെ, സ്പോക്കാണ് തന്നേക്കുന്നത്, അതുകൊണ്ട് ഡിഡ് വേണം എഴുതാൻ. സോ ഇവിടെ ആൻസർ എന്താണ്? ഡിഡ്, ഷീ ആണ് ആൻസർ. ഓക്കെ, GK കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ അമെൻമെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ വോട്ടിംഗ് ഏജ് 21 നിന്ന് 18 വയസ്സിലോട്ട് ആക്കിയത് എത്രാമത്തെ അമെൻമെൻ്റ് ആണ്? 86th അമെൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റിനൈൻസൻസിലെ ലീഡേഴ്സിൻ്റെ അവരുടെ പുസ്തകങ്ങൾ, അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻ അങ്ങനെ കൊടുത്തിട്ട് ബാക്കി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു സാമ്പിൾ PDF ഞാൻ നാളെ നിങ്ങൾക്ക് എത്ര പേജ് വരുന്നുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഞാൻ ഒരു വീഡിയോ ചെയ്തു തരാം.
ഓക്കെ. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഈ പ്രധാനപ്പെട്ട പദ്ധതികൾ, ചോദിക്കാൻ സയൻസുള്ള ഓപ്പറേഷൻസ്, ഇവാക്യുവേഷൻ പ്രോഗ്രാംസ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തൊരു നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പം എല്ലാം കൂടെ പഠിക്കേണ്ട, ജസ്റ്റ് വായിച്ചിട്ട് പോവുക, നിങ്ങൾക്ക് ഓർത്തിരിക്കുന്ന രീതിയിൽ അതിനൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ. അപ്പം പരീക്ഷയ്ക്ക് നമ്മൾ കോപ്പറേറ്റീവ് വേ കേരള ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളിൽ 100%. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഒരു ജോലിയാണ്. ആ ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു വേക്കൻസി എന്തായാലും ഇവിടെയുണ്ട്. കേരള ഫെഡിലായാലും LD ക്ലർക്ക് അപെക്സ് സൊസൈറ്റിയിലായാലും ഉണ്ട്. കഴിഞ്ഞ തവണ 2 വേക്കൻസി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് 86 പേരാണ് 2023 ഫെബ്രുവരി റിക്രൂട്ട്മെൻറ്റ് നടത്തിയേക്കുന്നത് കേട്ടോ, അഡ്വൈസ് പോയിട്ടുള്ളത്. സോ അതുകൊണ്ട് അങ്ങനെ വേക്കൻസി കണക്ക് നോക്കി ഇരിക്കൽ. ഇതിന് നന്നായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഉറപ്പായിട്ടും കേരള ബാങ്ക് കിട്ടും കേട്ടോ. അങ്ങനെ വിശ്വസിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ആ കോൺഫിഡൻസോടെ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ ആ കോൺഫിഡൻസ് വരും. അതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, ജോലി കിട്ടണം. കോപ്പറേറ്റീവ് വേക്കെല്ലാം ഫോളോ ചെയ്യുന്നവർക്കെല്ലാം എന്ത് കിട്ടണം, ജോലി കിട്ടിയിരിക്കണം. അതിന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പോൾ ശരി, എല്ലാവർക്കും